റിയൽമിയുടെ Q3 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി Q3 സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. റിയൽമി Q3, റിയൽമി Q3 Pro, പിന്നെ റിയൽമി Q3i. 3 ഫോണുകളും 5G സപ്പോർട്ടുമായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി Q3 Pro 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി Q3 Pro 5Gയിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 360 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. AMOLED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ ഏകദേശം 91.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 179 ഗ്രാമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് കുറഞ്ഞൊരു ഫോണാണിത്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.4 mm ആണ്. അപ്പോൾ ഡിസ്പ്ലേയും വെയിറ്റൊക്കെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatekൻ്റെ dimensity 1100 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല എടുത്തു പറയേണ്ട ഫീച്ചറായിട്ട് വരുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസസ്സർ എന്ന് പറയാം. ഈവൻ 25,000 രൂപയ്ക്ക് താഴെ വരെ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സറായിരിക്കും mediatekൻ്റെ dimensity 1100 എന്ന പ്രോസസ്സർ. ഈ ഒരു പ്രോസസ്സറിൽ 2.6 GHz ക്ലോക്ക് ചെയ്യുന്ന Cortex A76ൻ്റെ 4 കോറുകളും പിന്നെ Cortex A55ൻ്റെ 4 കോറുകളും വരുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സറിൽ Mali G77 എന്ന GPU ആണ് വരുന്നത്. പിന്നെ ഇത് 6nm പ്രോസസ്സറാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പം ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ബേസ് വേരിയൻറ്റിൽ 6GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും അതുപോലെ 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ മികച്ചൊരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ Android 11 ബേസ് ആയിട്ടുള്ള Realme UI 2.0 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 4K 60fps വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.5 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ്റെ വില വരുന്നത് 1599 യുവാനാണ്. അതായത് ഏകദേശം 18,600 രൂപ. പിന്നെ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 1799 യുവാനാണ്. അതായത് ഏകദേശം 20,800 രൂപ. പിന്നെ ഈ ഫോണിൻ്റെ 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 1999 യുവാനാണ്. അതായത് ഏകദേശം 23,100 രൂപ. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ റിയൽമി Q3 Pro എന്ന ഫോണിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില ഏകദേശം ഒരു 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതാണ്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ ചിലപ്പം വേറെ ഏതെങ്കിലും പേരിലും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു റിയൽമി Q3 സീരീസിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഫോണാണ് റിയൽമി Q3i എന്ന ഫോണ്. ആ ഒരു ഫോണാണ് ഇന്ത്യയിൽ Realme 8 5G എന്ന പേരിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.